ഹായ് കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്നതാണ് ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അഥവാ AVN CBSE. നമ്മുടെ ഗോത്ര സമൂഹത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ പൊതുവായി നടത്തി വരുന്നൊരു ഹോസ്റ്റലാണ് ഈ ഹോസ്റ്റൽ. ഇത് നമ്മൾ ഈ കാണുന്നത് ബോയ്സ് വിങ് ആണ്. ബോയ്സും ഗേൾസും ഉണ്ട് ആ സ്കൂളിൽ. ഇത് ബോയ്സ് വിങ് ആണ്. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തുണ്ടല്ലോ, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പരിസരത്തിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. മൂത്രനാറ്റമാണ് കേട്ടോ. അത്രയ്ക്കൊരു ദുരന്തം പിടിച്ച ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ സ്കൂളുള്ളത്. കണ്ടില്ലേ, ഓടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഈ ഓടിൽ ഏതെങ്കിലും ഒന്നൊരു കുട്ടിയുടെ പുറത്ത് വന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ കൂടുതൽ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതാണ് ഈ സ്കൂളിൻ്റെ പരിസരം എന്ന് പറയുന്നത്. നോക്ക്, ഇത്രയും വൃത്തികെട്ട ഒരു പരിസരമുള്ളൊരു സ്കൂള്, ഒരുപാട് ഫണ്ടും കാര്യങ്ങളുള്ളൊരു സ്കൂളാണ് ഈ സ്കൂൾ. CBSE ആണ്, സാധാ MRS സ്കൂളല്ല. ഇത് CBSE സ്കൂളും കൂടെയാണ്. അപ്പോൾ പുറത്ത് ഈ CBSE പഠിക്കുക എന്ന് പറയുന്നത് തന്നെ അത്രയ്ക്കും ഒരുപാട് ഡൊണേഷനൊക്കെ കൊടുത്ത് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ സർക്കാർ ഗോത്ര കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി മെച്ചപ്പെടുത്തി കൊണ്ടുവന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ. പക്ഷേ ഇന്നത്തെ ഈ സ്കൂളിൻ്റെ അവസ്ഥ ഇതാണ്. അവിടെ കുട്ടികളെ നോക്കാൻ വരുന്ന സ്റ്റാഫുകളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടാണ് അവിടെ കുട്ടികളെ നോക്കുന്നത്. ഏതൊരു കണ്ണിലൂടെയാണോ മക്കളെപ്പോലെ നോക്കേണ്ട ഓരോ കുട്ടികളെ ഏത് കണ്ണിലൂടെയാണ് അവർ നോക്കുന്നതെന്നുള്ളത് നമുക്ക് ഇന്നും വ്യക്തമല്ല. നമ്മൾ സമൂഹത്തിലുള്ളവർ ഇനിയും ഇങ്ങനെയുള്ള സ്കൂളുകൾക്ക് നേരെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും വയനാട് നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ വന്ന് മക്കളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് സ്വസ്ഥമായ വീടുകളിൽ കഴിയുന്ന ഓരോ രക്ഷകർത്താക്കളുടെയും നെഞ്ചിലിപ്പോൾ ഇടിയാണ്. സത്യം പറഞ്ഞാൽ അവർ ആകെ വിഷമത്തിലാണ് എല്ലാ രക്ഷകർത്താക്കളും. ഈ കാട് വെട്ടില്ല, പാമ്പും പഴുതാരയും എല്ലാം ഈ ഒരു ഈ സ്കൂളിനകത്തുണ്ട്. വർഷം കാടെടുക്കുക ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ സ്കൂൾ. നമ്മൾ ഇനിയും ഇതുപോലത്തുള്ള സ്കൂളുകൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇവിടെയാണ് ഇനി ബാലമരണങ്ങൾ നടക്കാൻ പോകുന്നത്. ഉറപ്പായും അത് നടക്കുകയാണ്.